വീട്ടമ്മ നൽകിയ മാനനഷ്ട കേസിൽ ഷാജൻ സ്കറിയയെ കുറ്റവിമുക്തനാക്കിയ തിരുവല്ല കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നടപടിയെന്ന് കണ്ടാണ് ഹൈക്കോടതി നടപടി. കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2021 കേസിനാസ്പദമായ സംഭവം. ഷാജൻ സ്കറിയ ഓൺലൈൻ മാധ്യമത്തിലൂടെ തനിക്ക് അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരുവല്ല സ്വദേശിനിയായ വീട്ടമ്മ പരാതി നൽകിയത്. തന്റെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്താണ് വാർത്ത നൽകിയതെന്നും ചൂണ്ടിക്കാട്ടി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. പരാതി പരിഗണിച്ച കോടതി പോലീസിനോട് ഇക്കാര്യം അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഷാജൻ സ്കറിയ കുറ്റക്കാരനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പുതിയ മജിസ്ട്രേറ്റ് തിരുവല്ല കോടതിയിൽ ചുമതല ഏറ്റെടുത്തത്. കോടതി തന്നെ സാക്ഷി വിസ്താരം നടത്തി സമൻസ് അയക്കേണ്ടതിന് പകരം പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് തെറ്റായ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ മജിസ്ട്രേറ്റ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളുകയും ഷാജൻ സ്കറിയയെ കുറ്റവിമുക്തനാക്കുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത്. വീട്ടമ്മയുടെ ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി ഷാജൻ സ്കറിയയെ കുറ്റവിമുക്തനാക്കിയുള്ള തിരുവല്ല കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി നടപടി. കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും മജിസ്ട്രേറ്റ് കോടതിക്ക് ജസ്റ്റിസ് സി ജയചന്ദ്രൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കൈരളി ന്യൂസ്, കൊച്ചി.